ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 5ാം പാഠമായിട്ടുള്ള പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്നുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് സഹജ പ്രതിരോധം, പ്രാഥമിക തല പ്രതിരോധം, അങ്ങനെയൊക്കെയുള്ള പ്രതിരോധങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് രക്തം കട്ടപിടിക്കലിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണിത്. നമുക്ക് ഇതിലെന്താ പറയുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, രക്തം കട്ട പിടിക്കുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് മുറിവുണങ്ങൽ. അപ്പം നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യും, നമുക്കൊരു മുറിവുണ്ടായാൽ അവിടെ കുറേ ഹോർമോൺസ്, കുറേ ത്രോംബോപ്ലാസ്റ്റിൻ, പ്രോത്രോംബിൻ, ത്രോംബിൻ, അപ്പോൾ ഫൈബ്രിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അവിടെ ഒരു രക്തക്കട്ട രൂപപ്പെടുകയും മുറിവുണങ്ങുന്നത് വരെ എന്ത് ചെയ്യുന്നു, രക്തനഷ്ടം തടയുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മുറിവിൽ രക്തം കട്ട പിടിക്കുകയും പിന്നെ നമ്മൾ വീങ്ങൽ പ്രതികരണം പറഞ്ഞില്ലേ, വീങ്ങൽ ഉണ്ടാവുകയും ചെയ്യുന്നതോടെ എന്ത് ചെയ്യും, മുറിവിൽ പുതിയ കലകൾ, പുതിയ ടിഷ്യൂസ് രൂപപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മുറിവ് ഉണങ്ങുന്നു. അപ്പോൾ ഈ നഷ്ടപ്പെട്ട കലകൾക്ക് പകരമായി നമുക്കറിയാം, ഒരു മുറിവുണ്ടായാൽ അവിടുത്തെ ടിഷ്യൂസിനൊക്കെ ഡാമേജ് ഉണ്ടാകും. അപ്പോൾ ആ നഷ്ടപ്പെട്ട കലകൾക്ക് പകരമായിട്ട് യോജക കല കൊണ്ട് മുറിവുണങ്ങിയാൽ എന്ത് ചെയ്യും, മുറിവടയാളം നിലനിൽക്കും. നമുക്കറിയുന്ന കാര്യമാണ്, നമ്മുടെ കൈക്ക് കാലിലും എവിടെയെങ്കിലും സ്കിന്നിൽ എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവുണങ്ങിക്കഴിഞ്ഞാലും അതിനൊരു അടയാളം, ആ ഒരു പാട്, ഒരു മാർക്ക് അവിടെ ഉണ്ടാകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, പൊതുവായ പ്രതിരോധം എന്ന് എതിനെ പറയുന്നത്, ആ സഹജ പ്രതിരോധത്തെ പറയുന്ന മറ്റൊരു പേരാണ് പൊതുവായ പ്രതിരോധം. അതായത് ഈ സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രോഗകാരികളുടെ ഇനമോ എന്ന് പറയുമ്പം രോഗകാരി ഫംഗസ് ആണോ, ബാക്ടീരിയ ആണോ, ആർക്കിയാണോ, അങ്ങനെയൊന്നും നോക്കാതെ അല്ലെങ്കിൽ പ്രവർത്തന രീതിയോ പരിഗണിക്കാതെ ഉള്ളതാണ്. അതിനാൽ ഇവയെ നമ്മൾ എന്ത് പറയും, പൊതുവായ പ്രതിരോധം എന്ന് പറയുന്നുണ്ട്. അതായത് സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു, ഫാഗോസൈറ്റോസിസ്, അങ്ങനെ വീങ്ങൽ പ്രതിരോധം നമ്മൾ പറഞ്ഞല്ലോ. സഹജ പ്രതിരോധം, ഇത് പ്രാഥമിക തല പ്രതിരോധവും ദ്വിതീയ തല പ്രതിരോധവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ രോഗകാരികളുടെ ഇനമോ, അതായത് ഞാൻ പറഞ്ഞു ഫംഗസ് ആണോ, രോഗകാരി ബാക്ടീരിയ ആണോ, അതൊന്നും പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന രീതിയോ ഒന്നും പരിഗണിക്കാതെ ഉള്ളതാണ്. അതിനാൽ ഇവയെ പൊതുവായ പ്രതിരോധം എന്ന് നമ്മൾ പറയുന്നു. ഏതിനെയാണ് പൊതുവായ പ്രതിരോധം എന്ന് പറയുന്നത്? സഹജ പ്രതിരോധത്തെയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രോഗകാരികളുടെ ഇനമോ പ്രവർത്തന രീതിയോ പരിഗണിക്കാതെ ഉള്ളതാണ്. അതിനാൽ നമ്മൾ സഹജ പ്രതിരോധത്തെ എന്നുകൂടി പറയും, പൊതുവായ പ്രതിരോധം എന്നുകൂടി പറയുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർജിത പ്രതിരോധം. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ്, രോഗപ്രതിരോധം 2 വിധത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സഹജ പ്രതിരോധം, ആർജിത പ്രതിരോധം. സഹജ പ്രതിരോധം എന്തായിരുന്നു, നമുക്ക് ജന്മനാ ശരീരത്തിൽ ലഭിക്കുന്ന ഒരു പ്രതിരോധമായിരുന്നു നമ്മുടെ ജനനസമയത്ത് തന്നെ. എന്നാൽ ഈ ആർജിത പ്രതിരോധം എന്ന് പറയുന്നത് ജനനശേഷം, നമ്മൾ ജനിച്ചതിന് ശേഷം വികസിക്കുന്ന പ്രതിരോധമാണ് ആർജിത പ്രതിരോധം. എന്താണ്? ജനനശേഷം. ആർജിതം തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആർജിച്ചെടുക്കുന്ന, അതായത് നമ്മുടെ ജനനശേഷം വികസിക്കുന്ന പ്രതിരോധം എന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ജീവിത കാലയളവിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന പ്രതിരോധമാണ് ആർജിത പ്രതിരോധം. അപ്പോൾ ഈ ആർജിത പ്രതിരോധം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആന്റിജനുകളെ, നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ അല്ലെങ്കിൽ ആന്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു എന്നതിനാൽ ഇതിനെ പ്രത്യേക പ്രതിരോധം എന്ന് പറയുന്നു. അവിടെ നമ്മൾ സഹജ പ്രതിരോധത്തെ പൊതുവായ പ്രതിരോധം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേക പ്രതിരോധം എന്ന് ആർജിത പ്രതിരോധത്തെ പറയുന്നുണ്ട്. എന്താ അതിന് കാരണം? ഈ ഒരു ആർജിത പ്രതിരോധത്തിൽ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആന്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പ്രതിരോധിക്കുന്നു എന്നതിനാൽ ഇതിനെ പ്രത്യേക പ്രതിരോധം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ലിംഫോസൈറ്റുകളാണ് പ്രധാനമായിട്ടും ഈ പ്രതിരോധം നടത്തുന്നത്. ആരാണ് ഈ പ്രതിരോധം പ്രധാനമായിട്ടും നടത്തുന്നത്? ലിംഫോസൈറ്റുകളാണ്. 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകൾ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റുകളും. എന്താണ്? ലിംഫോസൈറ്റുകളാണ് പ്രധാനമായിട്ടും ഏത് പ്രതിരോധം നടത്തുന്നത്? ആർജിത പ്രതിരോധം നടത്തുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. ഈ 2 ലിംഫോസൈറ്റുകളും മറക്കരുത്, ടി ലിംഫോസൈറ്റുകളും ബി ലിംഫോസൈറ്റുകളും. അപ്പോൾ നമുക്ക് എന്താണ് ടി ലിംഫോസൈറ്റുകൾ, ബി ലിംഫോസൈറ്റുകൾ എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബി ലിംഫോസൈറ്റുകളാണ്. എന്താണ്? ബി ലിംഫോസൈറ്റുകൾ. ബി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും ഒക്കെ എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ്. എവിടെയാണ് ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നതും പാകപ്പെടുന്നതൊക്കെ
അസ്ഥിമജ്ജയിലാണ്. അപ്പോൾ ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായ ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ ബി ലിംഫോസൈറ്റിന്റെ ധർമ്മം, ഫങ്ഷൻ ആണ് എന്ത്? ആൻറ്റിജനുകൾക്കെതിരെ, രോഗകാരികൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായിട്ടുള്ള ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ആര്? ബി ലിംഫോസൈറ്റ്. അപ്പം ബി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്, പാകപ്പെടുന്നതും അസ്ഥിമജ്ജയിലാണ്. എതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായിട്ടുള്ള ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിക്ചർ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ബി ലിംഫോസൈറ്റിന്റെ പിക്ചർ. വേണമെങ്കിൽ ബി ലിംഫോസൈറ്റിന്റെയും ടി ലിംഫോസൈറ്റിന്റെയും പിക്ചർ തന്നിട്ട് ചിത്രം തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ധർമ്മം എഴുതുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പിക്ചർ ഐഡന്റിഫൈ ചെയ്തിട്ട് ബി ലിംഫോസൈറ്റ് അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഇനി നമുക്ക് ടി ലിംഫോസൈറ്റ് എന്താണെന്ന് നോക്കാം. ടി ലിംഫോസൈറ്റുകൾ എന്താണ്? ടി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ് രൂപപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. ബി ലിംഫോസൈറ്റും എവിടെയാണ് രൂപപ്പെടുന്നത്? അസ്ഥിമജ്ജയിലാണ്. എന്നാൽ നമ്മുടെ ടി ലിംഫോസൈറ്റ് പാകപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. ഫുള്ളായിട്ടില്ല. എവിടെയാണ് രൂപപ്പെടുന്നത്? തൈമസ് ഗ്രന്ഥിയിലാണ്. രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്, പാകപ്പെടുന്നത് എവിടെയാണ്? തൈമസ് ഗ്രന്ഥിയിലാണ് പാകപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ധർമ്മം അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുള്ള കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? തിരിച്ചറിഞ്ഞിട്ട് അതിനെ നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ ടി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്, പാകപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ്. ഇത് ഓർത്ത് വെക്കണം, തൈമസ് ഗ്രന്ഥിയിലാണ് പാകപ്പെടുന്നത്. ഇതിന്റെ ധർമ്മം രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. എന്നാൽ ബി ലിംഫോസൈറ്റ് എവിടെയാണ് രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും അസ്ഥിമജ്ജയിലാണ്. ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായിട്ടുള്ള ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബി ലിംഫോസൈറ്റിന്റെ ധർമ്മം. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തത് വാക്സിനുകളെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ചാണ്? വാക്സിനുകൾ. എന്താ ഈ വാക്സിൻ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഡിഫ്തീരിയ, ടെറ്റനസ് ഇങ്ങനെ തുടങ്ങിയ കുറെ മാരക രോഗങ്ങളിൽ സ്വാഭാവിക പ്രതിരോധ മാർഗങ്ങൾ രൂപപ്പെട്ട് പ്രവർത്തനക്ഷമമാവുമ്പോഴേക്കും രോഗാണുക്കൾ എന്ത് ചെയ്യും? പെരുകി മരണം വരെ സംഭവിക്കാം. ശരിയാ? മാരക രോഗങ്ങളായിട്ടുള്ള ഡിഫ്തീരിയ, ടെറ്റനസ് അങ്ങനത്തെ രോഗങ്ങളിലൊക്കെ സ്വാഭാവിക പ്രതിരോധ മാർഗങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പ്രതിരോധ മാർഗങ്ങളാകട്ടെ, അതൊക്കെ രൂപപ്പെട്ടിട്ട് അതൊരു പ്രവർത്തനക്ഷമമാവുമ്പോഴേക്കും പ്രവർത്തിച്ചിട്ട് ഈ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? ആ ഒരു സമയമാകുമ്പോഴത്തേക്കും രോഗാണുക്കൾ പെരുകിയിട്ട് മരണം വരെ സംഭവിക്കാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ, അങ്ങനത്തെ ഒരു മാരക രോഗങ്ങളിലൊക്കെ ആ ഒരു സന്ദർഭങ്ങളിൽ കൃത്രിമമായിട്ടുള്ള, നമ്മൾ നിർമ്മിക്കുന്ന മനുഷ്യനിർമ്മിതിയിലുള്ള കൃത്രിമമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ആശ്രയിക്കേണ്ടി വരും. അതിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. നമുക്കറിയാം, ഇപ്പം ഈ കോവിഡ് വന്ന സമയത്ത് തന്നെ നമ്മളെല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതൊന്നെ ഓർത്ത് വെച്ചാൽ മതി. എന്താണ്, ഇങ്ങനെ ഒരു മാരക രോഗങ്ങളിലൊക്കെ സ്വാഭാവിക പ്രതിരോധ മാർഗങ്ങൾ രൂപപ്പെട്ടിട്ട് അതൊരു പ്രവർത്തനക്ഷമമാവുമ്പോഴേക്കും എന്ത് ചെയ്യും? രോഗാണുക്കൾ പെരുകിയിട്ട് മരണം സംഭവിക്കാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ കൃത്രിമമായ പ്രതിരോധ മാർഗങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ആ പ്രതിരോധ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കൃത്രിമമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളില്ലേ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ എന്താണ് വാക്സിനുകൾ എന്ന് പഠിച്ചു വെക്കുക. അപ്പം ഇപ്പോൾ രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് പ്രതിരോധവൽക്കരണം? രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള കൃത്രിമ മാർഗം. അതായത് ഒരു രോഗാണുവിൻ്റെ, ഒരു ബാക്ടീരിയ എന്തോ ആവട്ടെ, ഒരു രോഗാണുവിൻ്റെ ആക്രമണം, ഒരു ഫംഗസിൻ്റെയോ വൈറസിൻ്റെയോ ഒക്കെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ, പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള ഒരു കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം. ഇങ്ങനെ ആർജിച്ചെടുക്കുന്ന പ്രതിരോധ ശേഷിയെ കൃത്രിമ പ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ശരി, അത് ഒന്നുമില്ല, കൃത്രിമ മാർഗത്തിലൂടെയാണ്
കൃത്രിമ മാർഗം വഴിയാണ് എന്താണ് നമ്മൾ പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രതിരോധ ശേഷിയാണ് നമ്മൾ കൃത്രിമ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക, സിമ്പിളാണ്. നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോവാം. ഈ ഒരു ടേബിള് മനസ്സിലാക്കി വെക്കണം, വേണമെങ്കിൽ എക്സാമിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ തന്നിട്ട് ചോദിക്കാം. ഫസ്റ്റത്തെ കോളത്തിൽ പറയുന്നത് വാക്സിൻ എന്താണ്, വാക്സിൻ ഏത് വാക്സിൻ ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ആ വാക്സിനിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. മൂന്നാമത്തേൽ ആ ഒരു വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ വാക്സിൻ MMR ആണ്. MMRൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് നിർവീര്യ രോഗകാരികളാണ്. എന്താണ്? പ്രവർത്തനക്ഷമമായിട്ടുള്ള രോഗകാരികളാണ് ഏതിലടങ്ങിയിട്ടുള്ളത്? MMR വാക്സിനിൽ. ആ MMR വാക്സിന് പ്രതിരോധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അഞ്ചാമ്പനി, മുണ്ടിനീര്, നമുക്കറിയാം അഞ്ചാമ്പനി, മുണ്ടിനീര്, റുബെല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് OPV. ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിൽ അടങ്ങിയിട്ടുള്ളത് മൃതരോഗകാരികളാണ്. അതായത് മൃതരോഗകാരികൾ എന്ന് വെച്ചാൽ ഡെഡായിട്ടുള്ള, മരണപ്പെട്ടിട്ടുള്ള മൃതരോഗകാരികളാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പോളിയോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോളിയോ എന്നുള്ളൊരു രോഗം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് HPV വാക്സിനാണ്. എന്താണ്? HPV വാക്സിൻ. ഇതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ രോഗകാരികളുടെ ഭാഗങ്ങളാണ്. ആ ഒരു രോഗകാരിയുടെ കുറച്ച് ഭാഗങ്ങൾ, ഫുൾ അല്ലെങ്കിലും കുറച്ച് ഭാഗങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ഏത് രോഗം പ്രതിരോധിക്കാനാണ് നമ്മൾ HPV വാക്സിൻ ഉപയോഗിക്കുന്നത്? സെർവിക്കൽ ക്യാൻസർ പ്രതിരോധിക്കാനാണ്. അടുത്തത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ് COVID-19 വാക്സിൻ. ഇതാണ് COVID-19. ഇതിൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ, ഈ വാക്സിനിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതാണ്? രോഗകാരിയുടെ ജനിതക വസ്തുവിന്റെ ഭാഗങ്ങൾ. ആ രോഗകാരിയുടെ ജനിതക വസ്തു പറയുമ്പോൾ DNA-യുടെയും RNA-യുടെ ഒക്കെ ഭാഗങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. പ്രതിരോധിക്കുന്ന രോഗം നമുക്കറിയാം, കൊറോണ വൈറസ് രോഗം അല്ലെങ്കിൽ COVID-19 തന്നെ ഈ പേരിൽ തന്നെ ഉണ്ട്. ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്. ഓക്കെ, ഈ കോളം നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഇത് മാത്രമേ നല്ലോണം പഠിക്കാനുള്ളൂ. ബാക്കി രോഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. COVID-19 ഒക്കെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാകുന്നതാണ്. ഇനി നമുക്ക് വാക്സിൻ്റെ പ്രവർത്തനം, നമ്മളിങ്ങനെ ഇപ്പം കുറേ പഠിച്ചു. വാക്സിൻ എന്താണ്, ഓരോ വാക്സിന് നമ്മൾ 4 വാക്സിനൊക്കെ പറഞ്ഞു. ഈ വാക്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് നോക്കാം. വാക്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാ? വാക്സിനുകൾ ശരീരത്തിൽ ആൻറ്റിജനുകളായിട്ട് പ്രവർത്തിക്കും. വാക്സിനുകൾ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിജനുകളായിട്ട് പ്രവർത്തിക്കും. ഇത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ചിട്ട് രോഗകാരികൾക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പം വാക്സിന് നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റിജനായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അപ്പോൾ ഇത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ചെന്ന് വെച്ചാൽ പ്രവർത്തനം ക്ഷമമാക്കിയിട്ട് രോഗകാരികളില്ലേ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച ആ രോഗകാരി, അതിനെതിരെ എന്ത് ചെയ്യും? ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ഈ ആൻറ്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നിലനിൽക്കുകയും രോഗങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രോഗകാരികൾക്കെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്നത് വാക്സിനുകൾ വാക്സിനുകൾ എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ ആൻറ്റിജനുകളായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ആൻറ്റിജനുകളായിട്ട് പ്രവർത്തിച്ചിട്ട് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ചിട്ട് രോഗകാരികൾക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ബി ലിംഫോസൈറ്റിന്റെ ധർമ്മത്തിൽ തന്നെ വരുന്നതാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആൻറ്റിബോഡികൾ രോഗകാരികൾക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഈ ആൻറ്റിബോഡികൾ പിന്നീട് നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കുകയും പിന്നെ രോഗങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. കുറേ കാലത്തേക്ക് എന്ത് ചെയ്യുന്നു? ആ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ രോഗത്തിൽ നിന്ന് ദീർഘകാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു? സംരക്ഷണം കിട്ടുന്നു. അതാണ് വാക്സിൻ്റെ ഒരു പ്രവർത്തനം. അപ്പോൾ കൃത്യമായ ഡോസുകൾ സ്വീകരിക്കുന്നതിലൂടെ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു രോഗത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വാക്സിനുകൾ സഹായിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ പോളിയോ തുള്ളി മരുന്ന് അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡോസുകൾ സ്വീകരിക്കുന്നതിലൂടെ വർഷങ്ങളോളം നമ്മൾ ഒരു വാക്സിൻ്റെ കൃത്യമായിട്ടുള്ള ഡോസ്, നമുക്കറിയാം നമ്മൾ COVID-19 സമയത്ത് കൃത്യമായിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു, 2 വാക്സിൻ. അതുപോലെ കൃത്യമായിട്ട് ഡോസുകൾ സ്വീകരിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവന് ഒരു രോഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? വാക്സിനുകൾ സഹായിക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് രോഗങ്ങളാണ്. രോഗങ്ങൾ എന്താണ്?
രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയില്ലേ, നമ്മൾ പ്രതിരോധത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ പ്രതിരോധ വ്യവസ്ഥയിൽ തകരാറുണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ ജനിതക തകരാറ്, അല്ലെങ്കിൽ അനാരോഗ്യകരമായ ജീവിതശൈലി, നമ്മുടെ ആഹാരശൈലിയിലൊക്കെ ഉണ്ടാവുന്ന മാറ്റം, നമ്മൾ വ്യായാമമൊക്കെ കുറഞ്ഞ അതൊരു അനാരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയാണ്. പിന്നെ രോഗാണുക്കളുടെ ആധിക്യം മുതലായവയെല്ലാം ശരീരത്തിന്റെ സുസ്ഥിതി തകരാറിലാക്കുകയും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. എന്താണ് പ്രതിരോധം? രോഗങ്ങൾക്ക് കാരണമാവുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് ഉണ്ടാവുന്ന തകരാറ്, നമ്മുടെ ജനിതക തകരാറ്, നമ്മുടെ ജനറ്റിക്കലിയുള്ള തകരാറുകൾ. പിന്നെ അനാരോഗ്യകരമായ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ആഹാരശൈലിയിലുള്ള മാറ്റങ്ങൾ, പിന്നെ നമ്മുടെ വ്യായാമക്കുറവൊക്കെ, പിന്നെ രോഗാണുക്കളുടെ ആധിക്യം മുതലായവയെല്ലാം ശരീരത്തിന്റെ സുസ്ഥിതി തകരാറിലാക്കുകയും ചെയ്യും, എന്നിട്ട് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. രോഗങ്ങളും 2 തരമുണ്ട്. നമ്മൾ എന്താണ് രോഗപ്രതിരോധം 2 പറഞ്ഞു, സഹജ പ്രതിരോധം, ആർജിത പ്രതിരോധം. രോഗങ്ങൾ ആർജിത രോഗങ്ങളും ഉണ്ട്, പാരമ്പര്യ രോഗങ്ങളും ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് ആർജിത രോഗങ്ങൾ. ആർജിത രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആർജിത രോഗങ്ങൾ. മറ്റേത് വെച്ച് കമ്പയർ ചെയ്താൽ മതി. ആർജിത പ്രതിരോധം എന്ന് വെച്ചാൽ ജന്മശേഷം ലഭിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാലയളവിൽ ആർജിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആർജിത രോഗങ്ങൾ എന്താണ്? ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാവുന്ന രോഗങ്ങളാണ് ആർജിത രോഗങ്ങൾ. ആർജിത രോഗങ്ങൾക്ക് എന്തൊക്കെയാണ് കാരണമാകുന്നത് നോക്കാം. പരിസ്ഥിതി ഘടകങ്ങൾ, നമ്മുടെ പരിസ്ഥിതിപരമായിട്ടുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പിന്നെ രോഗാണുക്കൾ, പിന്നെ നമ്മുടെ ജീവിതശൈലി തുടങ്ങിയവയെല്ലാം, ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന നമ്മുടെ വ്യായാമക്കുറവൊക്കെ ആർജിത രോഗങ്ങൾക്ക് കാരണമാകും. രോഗങ്ങൾ എന്താണ്? ആർജിത രോഗങ്ങൾ പകരുന്നവയും ഉണ്ട്, പകരാത്തവയും ഉണ്ട്. ഈ ആർജിത രോഗങ്ങൾ പകരുന്നവയുണ്ട്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പർശനത്തിലൂടെയോ എന്തെങ്കിലും വഴിയാവട്ടെ അങ്ങനെ പകരുന്നവയും ഉണ്ട്. പിന്നെന്താ? പകരാത്തവയും ഉണ്ട്. പകരുന്ന മിക്ക രോഗങ്ങൾക്കും, ഈ ആർജിത രോഗങ്ങളിൽ പകരുന്ന മിക്ക രോഗങ്ങൾക്കും സൂക്ഷ്മജീവികളാണ് കാരണമാവുന്നത്. സൂക്ഷ്മജീവികൾ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലത്തെയുള്ള സൂക്ഷ്മജീവികളാണ് കാരണമാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ്? സാംക്രമിക രോഗങ്ങൾ. എന്താണ്? സാംക്രമിക രോഗങ്ങൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പം എങ്ങനെയാണ് രോഗപകർച്ചാരീതികൾ? നമ്മൾ പറഞ്ഞു ആർജിത രോഗങ്ങളിൽ പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. അപ്പോൾ ഈ പകരുന്ന രോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് പകരുന്നത്? രോഗപകർച്ചാരീതികൾ എങ്ങനെയാണ്? മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്നുണ്ട്. എന്താണ്? മലിനമാക്കപ്പെട്ടിട്ടില്ല, വൃത്തിയില്ലാത്ത ആഹാരത്തിലൂടെയും ജലത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പകരുന്നുണ്ട്. ചുമ, തുമ്മൽ എന്നിവയിലൂടെ ഒരാൾക്ക് ചുമയോ തുമ്മലോ ഒക്കെ ഉണ്ടാകുമ്പോൾ അയാൾ ചുമക്കുമ്പോൾ മറ്റൊരാളിലേക്കും ആ രോഗാണുവിൻ്റെ ഇത് പകരുന്നുണ്ട്. വായുവിലേക്കൂടി കണികകളായിട്ട് പകരുന്നുണ്ട്. പിന്നെയോ ഭക്ഷണത്തിൽ ഒരു മനുഷ്യരിൽ നിന്ന് മറ്റൊരു മനുഷ്യരിലേക്ക്, ഇത് കണ്ടാവും, ഭക്ഷണത്തിൽ നിന്ന് ഈച്ചയൊക്കെ ഇതാക്കിയിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നൊക്കെ പകരുന്നുണ്ട്. രോഗാണു വാഹക ഘടകങ്ങൾ, വെള്ളം, ഇങ്ങനെ നമ്മൾ നമ്മുടെ വളർത്തു മൃഗങ്ങളിൽ നിന്ന് പകരാം. ഈച്ചയിൽ നിന്ന് നമ്മുടെ ഫുഡിലൊക്കെ ഈച്ച വന്നിരുന്നാൽ ആ ഫുഡ് നമ്മൾ കഴിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് പകരാം. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ, എന്താണ്? എനിക്ക് രോഗമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ടുള്ളൊരു നേരിട്ടുള്ള സമ്പർക്കം ഉണ്ടെങ്കിൽ നമ്മളൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ, നമ്മളൊരു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്താൽ അതിലൂടെ പകരാം. പ്രതലങ്ങളിലൂടെ, നമ്മുടെ നിലങ്ങളിലൂടെ, നമ്മൾ ഒരാൾ ടച്ച് ചെയ്ത സ്ഥലത്ത് നമ്മളും കൂടി ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് രോഗാണു നമ്മളിലേക്ക് പകരാം. ഇതാണ് പകർച്ചാരീതികൾ. സിമ്പിളാണ് ഇത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എങ്ങനെ ഒരു രോഗം പകരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നെക്സ്റ്റ്, ഇനി നമ്മൾ ഈ രോഗങ്ങളിൽ പകരുന്ന രോഗങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പകരുന്ന രോഗങ്ങളിൽ തന്നെ ബാക്ടീരിയ വഴിയുള്ളതുണ്ട്. ബാക്ടീരിയ സൂക്ഷ്മജീവികളാണെന്ന് നമുക്കറിയാം. പകരുന്ന മിക്ക രോഗങ്ങൾക്ക് കാരണം എന്താണ്? സൂക്ഷ്മജീവികളാണെന്നറിയാം. അപ്പോൾ അങ്ങനെ ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന രോഗങ്ങളെക്കുറിച്ചും, വൈറസ് കാരണമുള്ളതും, ഫംഗസ് കാരണമുള്ളതും, പ്രോട്ടോസോവ, വിരകൾ, ഇത് ഇങ്ങനെയുള്ള ഇവരൊക്കെ പരത്തുന്ന ഇത് നമുക്ക് പഠിക്കാനുണ്ട്. പകരുന്ന രോഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബാക്ടീരിയയാണ്. എന്താണ്? ബാക്ടീരിയ. ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നറിയോ? ശരീരത്തിൽ പ്രവേശിച്ചിട്ട് പെരുകുമ്പോൾ പുറത്തു വിടുന്ന ടോക്സിനുകൾ ആതിഥേയ കലകളെ നശിപ്പിക്കുകയും ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് പെരുകും, മൾട്ടിപ്പിൾ ആവും, കുറേ ആവും. ഇപ്പോൾ ഒരൊറ്റ ബാക്ടീരിയയാണ് പ്രവേശിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കുറേ ആവും, ഒരു
100, 200 അങ്ങനെ കുറേ ആവും. അപ്പോൾ അത് ആ പെരുകുന്ന സമയത്ത് പുറത്ത് വിടുന്ന ഒരു ടോക്സിനുകളുണ്ട്. അതെന്ത് ചെയ്യും? ആതിഥേയ കലകളെ, നമ്മുടെ പുതിയ കലകളെയൊക്കെ എന്ത് ചെയ്യും? നശിപ്പിക്കുകയും നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ചിലത് കോശസ്തരത്തെ, നമ്മുടെ സെൽവാളിനെയൊക്കെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് കോശത്തെ വരെ നശിപ്പിക്കും. അപ്പം ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് പെരുകുമ്പോൾ പുറത്ത് വിടുന്ന ടോക്സിനുകൾ നമ്മുടെ കലകളെയൊക്കെ നശിപ്പിക്കും, ശരീരപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യും? കോശസ്തരത്തെ തന്നെ തകർക്കുന്ന എൻസൈമുകൾ എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിച്ചിട്ട് കോശത്തെ തന്നെ നശിപ്പിച്ച് കളയും. അപ്പോൾ നമുക്ക് ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ബാക്ടീരിയ രോഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റത്തത് ക്ഷയമാണ്. ഒന്നാമത്തെ ക്ഷയം. ക്ഷയം എന്താണ്? ക്ഷയം വരുന്ന രോഗകാരി എന്താണ്? ക്ഷയം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള രോഗകാരി എന്താണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഈ പേരെന്തായാലും നിങ്ങൾ വൃത്തിക്ക് ഒരു അക്ഷരം പോലും തെറ്റാതെ എഴുതാനും കൂടി പഠിച്ചു വെക്കണം. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. എന്താണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയത്തിൻ്റെ കാരണമായിട്ടുള്ള രോഗകാരി. ഇതെങ്ങനെയാണ് പകരുന്നത്? നമ്മൾ പറഞ്ഞു ക്ഷയം ഒരു പകരുന്ന രോഗമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പകരുന്നത്? രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, പിന്നെയോ വായുവിലെത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ചെറിയ കണികകളൊക്കെ ശ്വസിക്കുന്നതിലൂടെ. അതായത് ഇത് പകരുന്നത് ഈ ഒരു ക്ഷയം ബാധിച്ചിട്ടുള്ള രോഗി ചുമയ്ക്കുന്നു, അല്ലെങ്കിൽ തുമ്മുന്നു, അല്ലെങ്കിൽ ആ ഒരു ബാധിച്ച ആൾ മറ്റൊരാളോട് സംസാരിക്കുന്നു, അങ്ങനെ പകരാം. അല്ലെങ്കിൽ വായുവിലെത്തുന്ന രോഗാണുക്കൾ എന്ത് ചെയ്യുന്നു? രോഗാണുക്കൾ അടങ്ങിയ ചെറിയ കണികകൾ നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്ഷയം വരാം. ഇനി ഇത് ബാധിക്കുന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ക്ഷയം ബാധിക്കുന്നത് പ്രധാനമായിട്ടും ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നതെങ്കിലും വൃക്കകളും അസ്ഥികള്, മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെയും ബാധിക്കാം. ഈ ക്ഷയം പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തെയാണ്. എന്നാലും വൃക്കകൾ, നമ്മുടെ കിഡ്നി, അസ്ഥികള്, പിന്നെയോ മസ്തിഷ്കം, നമ്മുടെ തലച്ചോറിനെയൊക്കെ എന്ത് ചെയ്യാം? തലച്ചോറ് തുടങ്ങിയ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളൊക്കെ ബാധിക്കാം. ഇതിന് ലക്ഷണം എന്ന് പറയുന്നത്, ലക്ഷണം 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, പിന്നെയോ പനി. ഇത് പനിയാണ്. പനി, പിന്നെയോ വിശപ്പില്ലായ്മ, നമുക്ക് വിശപ്പുണ്ടാവില്ല, ഭാരക്കുറവ്, ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ കഫത്തിൽ രക്തവും കണ്ടേക്കാം. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടാകും, പനി ഉണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും. നമുക്കറിയാം വിശപ്പില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കൽ കുറയും, അപ്പം ഭാരം കുറയും, ഭാരക്കുറവുണ്ടാകും. അപ്പം ഭാരമൊക്കെ കുറഞ്ഞ് ഫുഡൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവും എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ നമ്മുടെ കഫത്തിൽ എന്തുണ്ടാവാം? രക്തവും കണ്ടേക്കാം. ഇതിനുള്ള പ്രതിരോധം അല്ലെങ്കിൽ ചികിത്സ, ഈ ഒരു ക്ഷയം വന്നാൽ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ എങ്ങനെ ചികിത്സിക്കാം? BCG വാക്സിനേഷൻ. BCG നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ BCG എടുത്തോ, ആ ഒരു BCG വാക്സിനേഷൻ നമ്മൾ ചെറുപ്പത്തിൽ എടുത്തിട്ടുള്ള ഒരു വാക്സിനാണ് BCG വാക്സിനേഷൻ. പിന്നെയോ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സയുണ്ട്. ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സയാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ള ചികിത്സ. ഈ ഒരു ക്ഷയത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ. ഈ ഒരു ക്ഷയത്തിനെതിരെയുള്ള പ്രതിരോധം എന്ന് പറയുന്നത് BCG വാക്സിനേഷൻ ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ടീരിയ വഴി ഉണ്ടാവുന്ന അടുത്ത രോഗമായിട്ടുള്ള എലിപ്പനിയാണ്. ഫസ്റ്റ് നമ്മൾ ക്ഷയമാണ് നോക്കിയത്, ഇനി എലിപ്പനിയാണ്. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി ലെപ്റ്റോസ്പൈറയാണ്. എന്താണ്? ലെപ്റ്റോസ്പൈറ. ക്ഷയത്തിന് ആരായിരുന്നു നമ്മൾ പറഞ്ഞത്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ഇവിടെ ലെപ്റ്റോസ്പൈറയാണ്. ഇത് പകരുന്നത്, എലിപ്പനി നമുക്ക് പേരിൽ തന്നെ മനസ്സിലാകാം, എലിയിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തിലൂടെയോ ഉണ്ടാവാം. അപ്പം നമ്മുടെ കാലിനോ കൈക്കോ എവിടെയെങ്കിലും കാലിനൊരു മുറിവുണ്ട്. അപ്പോൾ ആ ഒരു മഴക്കാലമാണ്. ആ മഴക്കാലത്ത് നമുക്കറിയാം കുറച്ച് റോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ വെള്ളത്തിൽ പോയിട്ട് കാല് വെക്കും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ എലിമൂത്രം കലർന്നിട്ടുണ്ട്, നമ്മുടെ കാലിനൊരു മുറിവുണ്ട്. ആ മുറിവിൽ നമ്മൾ കാലുകൊണ്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ആ എലിമൂത്രം കലർന്ന വെള്ളത്തിൽ നിന്ന് ആ എലിമൂത്രത്തിലുള്ള ആ ഒരു
ഇത് നമ്മുടെ കാലിൻ്റെ മുറിവിലേക്കൂടി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തിലൂടെയോ എന്ത് ചെയ്യാം, പകരാം. ഇത് ബാധിക്കുന്നത് വൃക്ക, കരള്, ശ്വാസകോശങ്ങൾ. ഇത് പ്രധാനമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് എലിപ്പനി വന്നാൽ കരളിനാണ് നല്ലോണം ബാധിക്കുക, പിന്നെ വൃക്കയും ശ്വാസകോശവും. അടുത്തത് ഇതിൻ്റെ ലക്ഷണം പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന ഉണ്ടാവും, പേശിവേദന ഉണ്ടാവും, കണ്ണിന് ചുവപ്പ് നിറം ഉണ്ടാവും, ഛർദി ഉണ്ടാവും. എന്താണ് ലക്ഷണം? പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന, പേശിവേദന, കണ്ണിന് ചുവപ്പ് നിറം, ഛർദി, ഇതൊക്കെ ഉണ്ടാവും. ഇതിനുള്ള പ്രതിരോധം എന്ന് പറയുന്നത് പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക. ചികിത്സ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ്. അப்புறம் നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രതിരോധം BCG വാക്സിനേഷൻ ആയിരുന്നു ക്ഷയത്തിന്. എന്നാൽ എലിപ്പനിക്ക് പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനിയുള്ള വൈറസും ഫംഗസും പ്രോട്ടോസോവയൊക്കെ പകർത്തുന്ന രോഗങ്ങളും ബാക്കി കുറച്ച് ഭാഗങ്ങളും അടങ്ങിയിട്ടുള്ള അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ആ ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഇത്രയേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.